ബഹുമാന്യരെ, ഇന്നത്തെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങ് ആരംഭിക്കുകയാണ്. വേദിയിൽ ഉള്ളത് പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ KS രവിശങ്കർ. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാൻ BS ബാലേന്ദ്രൻ സാർ, പുസ്തക പ്രകാശനം നടത്തുന്ന ശ്രീ TP ശ്രീനിവാസൻ സാർ, അതുപോലെ പുസ്തകം സ്വീകരിക്കുന്ന ശ്രീ K കുഞ്ഞികൃഷ്ണൻ സാർ, ശ്രീമതി സിന്ധു സുരേഷ്, ഡോക്ടർ MR തമ്പാൻ സാർ മുഖ്യപ്രഭാഷണം നടത്താൻ എത്തിച്ചേരും. സദ്ഭാവന ട്രസ്റ്റ് ഈ നിയമസഭാ പുസ്തകമേളയിൽ നടത്തുന്ന അവസാനത്തെ പുസ്തക പ്രകാശനമാണ് ഇന്നിവിടെ. KS രവിശങ്കർ രചിച്ച ഒളിമ്പിക്സും രാഷ്ട്രീയവും എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങ്. ഇന്ന് ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഭാരത സേവ സമാജിൻ്റെ ദേശീയ ചെയർമാനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാനുമായ ശ്രീ BS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നീ പുസ്തക പ്രകാശന ചടങ്ങിൽ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ TP ശ്രീനിവാസൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രശസ്തനായ ഡിപ്ലോമാറ്റാണ്, അതേപോലെ വിദ്യാഭ്യാസ പ്രവർത്തകനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. അങ്ങനെ എല്ലാ നിലയിലും പ്രശസ്തനായ വേറിട്ടൊരു വ്യക്തിയായ ശ്രീ TP ശ്രീനിവാസൻ സാറാണ് ഇന്ന് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീ K കുഞ്ഞികൃഷ്ണൻ സാറാണ്. ദൂരദർശൻ്റെ മുൻ ഡയറക്ടറായിരുന്ന ശ്രീ K കുഞ്ഞികൃഷ്ണൻ സാറാണ് പുസ്തകം സ്വീകരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ രണ്ട് വ്യക്തിത്വങ്ങളുടെ പുസ്തക പ്രകാശനത്തിനും അതുപോലെ പുസ്തകം സ്വീകരിക്കാനും എത്തിയതിൽ സദ്ഭാവന ട്രസ്റ്റിനുള്ള അതിയായ സന്തോഷവും ഒപ്പം രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ പുസ്തകം ഇവിടെ എഴുതി നമുക്ക് പ്രസിദ്ധീകരിക്കാനായി തന്നിരിക്കുന്ന ശ്രീ KS രവിശങ്കർ സാറാണ്. അദ്ദേഹം സ്പോർട്സ് രംഗത്തെ ധാരാളം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. സ്പോർട്സിനെ എങ്ങനെ യാതൊരു തരത്തിലുള്ള വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് പുറമെ വ്യക്തിപരമായ താല്പര്യങ്ങളൊന്നുമില്ലാതെ തന്നെ വ്യക്തിപരമായ യാതൊരു സ്ഥാനമാനങ്ങളും മോഹിക്കാതെ തന്നെ സ്പോർട്സിനെ എങ്ങനെ നന്നായി വളർത്തിയെടുക്കാമെന്നുള്ള ചിന്താഗതിയോടുകൂടി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഒളിമ്പിക്സും രാഷ്ട്രീയവും എന്നുള്ളതാണ്. നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒളിമ്പിക്സിൽ രാഷ്ട്രീയത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതുകൊണ്ട് താറുമാറാകപ്പെടുന്ന കുറേ കാര്യങ്ങളുമാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ സദ്ഭാവന ട്രസ്റ്റിന് അതിയായ സന്തോഷമുണ്ട്. കാര്യം അങ്ങേയറ്റം വിജ്ഞാനപ്രദമായ ഒളിമ്പിക്സിൻ്റെ ആദ്യ കാലം മുതൽ ഏറ്റവും അവസാനത്തെ കാലഘട്ടം വരെയുള്ള ധാരാളം വിവരങ്ങളാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ കൂടി നമുക്ക് നമ്മുടെ മുൻപിലേക്ക് നീട്ടിത്തരുന്നത്. അദ്ദേഹം ഈ പുസ്തകം സദ്ഭാവന ട്രസ്റ്റിനെ പ്രസിദ്ധീകരിക്കാൻ തന്നതിലുള്ള അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നതോടൊപ്പം അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ MR തമ്പാൻ സാറാണ്. അദ്ദേഹം സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചീഫ് എഡിറ്ററാണ്. അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല, അദ്ദേഹം എത്തിച്ചേരുമെന്ന് അറിയാം. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിക്കുന്ന സദ്ഭാവന ട്രസ്റ്റിൻ്റെ പബ്ലിക്കേഷൻ ഓഫീസർ ശ്രീമതി സിന്ധു സുരേഷാണ്. സിന്ധുവിനെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തി ഈ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ സഹൃദയരെയും പുസ്തക പ്രേമികളെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഇന്നിവിടെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ശ്രീ KS രവിശങ്കർ എൻ്റെ സഹപാഠിയാണ്. രവിശങ്കർ എഴുതിയ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, എന്തെന്നില്ലാത്ത സന്തോഷം ഇവിടെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു മികച്ച അധ്യാപകൻ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലടക്കമുള്ള പല കോളേജുകളുടെയും പ്രിൻസിപ്പലായിരുന്ന ശ്രീ രവിശങ്കർ മികച്ച ഒരു കായിക താരം കൂടിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ ചെറുപ്പത്തിൽ തന്നെ, വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കായിക രംഗത്തോട് അത്യധികമായ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ രവിശങ്കർ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും തന്നെ കായിക രംഗത്തോട് എന്തെന്നില്ലാത്ത ആഭിമുഖ്യം പുലർത്തിയിരുന്ന ആളുകളാണ്. ശ്രീ രവിശങ്കർ ഒളിമ്പിക്സും രാഷ്ട്രീയം എന്ന പുസ്തകം ഇവിടെ എഴുതി പ്രസിദ്ധീകരിക്കുകയാണ്. ഒളിമ്പിക്സ് ഓരോ രാജ്യത്തിൻ്റെയും മുഖം വെളിവാക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഒളിമ്പിക്സ് മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ പല രാജ്യങ്ങളും മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല നിലയിലുള്ള രാജ്യാന്തര തലത്തിലുള്ള പ്രശ്നങ്ങളും സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണിത്. ഈ പുസ്തകം കായിക പ്രേമികൾക്ക് മാത്രമല്ല,
ചരിത്ര വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും അറിഞ്ഞിരിക്കുവാനും പഠിച്ചിരിക്കുവാനും പറ്റുന്ന ഒരു മികച്ച റഫറൻസ് ഗ്രന്ഥം കൂടിയാണ് രവിശങ്കറിൻ്റെ ഒളിമ്പിക്സും രാഷ്ട്രീയവും എന്ന ഈ പുസ്തകം. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രമുഖ ഡിപ്ലോമറ്റായ ശ്രീ ടി പി ശ്രീനിവാസനാണ്. ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സമയം പരിമിതമാണ്. അതുകൊണ്ട് ഇത് പ്രകാശനം ചെയ്യുവാനായി ശ്രീ ടി പി ശ്രീനിവാസനെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ബഹുമാന്യനായ അധ്യക്ഷൻ അവർകളെ, ഈ കൃതിയുടെ കർത്താവായ ശ്രീ രവിശങ്കർ, പ്രശസ്തനായ ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ, ശ്രീ തമ്പാൻ, മറ്റ് സുഹൃത്തുക്കളെ, ഈ പുസ്തക പ്രകാശനം ഇവിടെ ഒരു അസംബ്ലി ലൈൻ പോലെയാണ്. ആളുകൾ വരുന്നു പോകുന്നു, പുസ്തകങ്ങൾ വരുന്നു. അതിൽ ഞാൻ പലതിലും പങ്കെടുത്ത് കഴിഞ്ഞു. പക്ഷേ ഈ പുസ്തകമാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിജ്ഞാനം നൽകിയത് എന്നെനിക്ക് തോന്നുന്നു. അത് മുഴുവൻ വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്നലെ വൈകിട്ടാണ് എത്തിയത്. പക്ഷേ ഒരു പുതിയ വിഷയം, നമ്മളാരും അധികം ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വിഷയമാണ് ഇവിടെ വളരെ ഭംഗിയായി ഗവേഷണം ചെയ്ത് ശ്രീ രവിശങ്കർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മൂല്യം സാധാരണ പുസ്തകങ്ങളെപ്പോലെ അല്ല. ഒളിമ്പിക്സിനെ നമ്മൾ കാണുന്നത് അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഓരോ രാജ്യത്തിനും അതിൻ്റെ പ്രാഗൽഭ്യവും ഗാംഭീര്യവുമൊക്കെ ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമാണ്. ആ അവസരം കിട്ടുക എളുപ്പമല്ല. ഇന്ത്യക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് നമുക്കറിയാം. ഈ അടുത്ത ദിവസം നമ്മുടെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി 2037 ഒരുപക്ഷെ ഇന്ത്യ ഒളിമ്പിക്സ് ആവശ്യപ്പെടുന്നത് എന്ന്. അപ്പോൾ ഒരു നീണ്ട കാലത്തെ ശ്രമങ്ങൾക്ക് ശേഷമായിരിക്കും ഓരോ രാജ്യത്തിനും ഇത് ലഭിക്കുക. ചില രാജ്യങ്ങൾക്കൊക്കെ 2-3 തവണ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ ഇന്ത്യയുടെ വളർച്ചയുടെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് പ്രധാനമന്ത്രി അതിനെ കാണുന്നത്. അപ്പോൾ ഒളിമ്പിക്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു തരം സൂപ്പർ പവർ ആവുക എന്ന ഒരു ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത്, ഞാൻ ധാരാളം വർഷങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒളിമ്പിക്സ് ശരിക്കും ഒരു പാരലൽ ഐക്യരാഷ്ട്ര സംഘടന തന്നെയാണ്. ഐക്യരാഷ്ട്ര സംഘടനയിലുള്ളതുപോലെ തന്നെ രാജ്യങ്ങൾ അംഗങ്ങളാണ്. അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ലോകത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി ശ്രമിക്കാനുള്ള ഒരു ശ്രമമാണ് ഐക്യരാഷ്ട്ര സംഘടന നടത്തുന്നത്. പക്ഷെ അത് ചെയ്യുമ്പോൾ അവരവരുടെ സോവറിനിറ്റി, അവരുടെ അധികാരം അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യം ഒരിക്കലും വിട്ടുകൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടന അധികം വിജയിക്കാത്തത്. കാരണം അവരവരുടെ സോവറിനിറ്റി സംരക്ഷിച്ചുകൊണ്ട് തന്നെ കുറച്ചൊരു ലോക സഹകരണം ഉണ്ടാക്കി സമാധാനം പാലിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവിടെയും അതുതന്നെയാണ് സ്ഥിതി. അതുപോലെ തന്നെ വ്യത്യസ്തമായ വൈവിധ്യമാർന്ന രാജ്യങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. പക്ഷേ ഒന്നിച്ച് പ്രവർത്തിക്കുന്നെങ്കിലും അത് യഥാർത്ഥത്തിൽ ഒരു കോമ്പറ്റീഷനാണ്. അന്യോന്യം ആർക്ക് കൂടുതൽ സ്വർണ്ണ മെഡൽ കിട്ടുന്നു എന്നുള്ളത് എപ്പോഴും കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഒളിമ്പിക്സിൻ്റെ മെഡൽസിൻ്റെ കണക്ക് നോക്കിയാൽ നമുക്കൊരുപക്ഷെ അറിയാൻ കഴിയും രാജ്യങ്ങളുടെ ശക്തി എന്താണെന്ന്. പലപ്പോഴും അമേരിക്കയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ മെഡൽ കിട്ടുക. ഇപ്പോഴാണെങ്കിൽ ചൈനയ്ക്ക് കിട്ടുന്നുണ്ട്, റഷ്യക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ മെഡൽ വിന്നേഴ്സിനെ നോക്കിയാൽ അവരൊക്കെ ഏകദേശം ഒരു സൂപ്പർ പവർ സ്റ്റേറ്റസ് ഉള്ള രാജ്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ശക്തിയും പ്രവർത്തനശേഷിയും കഴിവും എല്ലാം പ്രദർശിപ്പിക്കാനുള്ള, അതേസമയം തന്നെ ഒരു ഐക്യത്തോടു കൂടി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു വേദിയാണ് ഒളിമ്പിക്സ്. പക്ഷേ ഒരിക്കലും ഞാനങ്ങനെ ചിന്തിച്ചിരുന്നില്ല ഒളിമ്പിക്സിൽ ഇത്രയും മാത്രം രാഷ്ട്രീയമുണ്ടോ. ഒളിമ്പിക്സ് പല സംഭവങ്ങളുണ്ടായെന്ന് നമുക്കറിയാം. ബോംബ് ചെയ്ത കഥകളുണ്ട്, പലയിടത്തും ആളുകൾ നഷ്ടപ്പെട്ടു പോയി ഒളിച്ചോടിപ്പോയ കഥകളുണ്ട്. അങ്ങനെ ധാരാളം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ശ്രീ രവിശങ്കർ ചെയ്തിരിക്കുന്ന ഇതിനെ എല്ലാം കൂടി ക്രോഡീകരിച്ച്
എന്തൊക്കെയാണ് ഒളിമ്പിക്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നാണ് വിശദീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പുസ്തകം ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല ഇതിനു മുമ്പ്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് ഒരു വലിയ സംഭാവനയാണ്, നമ്മളെല്ലാം ചിന്തിപ്പിക്കത്തക്കവണ്ണം. ഒളിമ്പിക്സിനെ പറ്റി നമുക്കുള്ള അഭിപ്രായങ്ങൾ മാറുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന്, പല നമ്മുടെ ലോക രാഷ്ട്രീയത്തിൽ കാണുന്ന പല പ്രശ്നങ്ങളും നമ്മൾ ഒളിമ്പിക്സിൽ കാണുന്നുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ബഹിഷ്കരണം നമുക്കറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ റഷ്യയിലെ ലോകത്തിൽ പല രാജ്യങ്ങളും ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അതൊരു രാഷ്ട്രീയ പ്രകടനമാണ്. റഷ്യയോടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു പ്രകടനം എന്താണ്? ഉപരോധിക്കുക അല്ലെങ്കിൽ ബഹിഷ്കരിക്കുക. പിന്നെ ഭീകരാക്രമണങ്ങൾ, അതും രാഷ്ട്രീയത്തിൻ്റെ ഒരു ശാപം തന്നെയാണ്. ഭീകരാക്രമണങ്ങൾ പലപ്പോഴും ഒളിമ്പിക്സിൽ സംഭവിച്ചിട്ടുണ്ട്. യുദ്ധം, ഇപ്പോൾ 2 യുദ്ധം നടക്കുകയാണ്, ഒന്ന് മാത്രമല്ല. എന്നാലും ഈ യുദ്ധം നടന്നാലും ഒളിമ്പിക്സ് തുടരുക തന്നെ ചെയ്യും. അതിൽ ചില രാജ്യങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെന്ന് വരാം, ചിലർ പോവുകയില്ല എന്ന് പറഞ്ഞു വരാം. അപ്പോൾ അവിടെയും ആ രാഷ്ട്രീയത്തിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. പിന്നെ പ്രകൃതിക്ഷോഭങ്ങൾ, നമ്മളൊരു ഒളിമ്പിക്സിൻ്റെ ഒരു സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും മുന്നോട്ട് പോകേണ്ടതായിട്ട് അതിന് വരും. ഒരു കാര്യത്തിൽ മാത്രമേ, ഒരു സമയത്ത് മാത്രമേ പ്രകൃതി പ്രശ്നങ്ങൾ കൊണ്ട് ഒളിമ്പിക്സ് മാറ്റിവെക്കേണ്ടി വന്നുള്ളൂ. കാരണം നമ്മുടെ കോവിഡ്-19 സമയത്ത് ടോക്കിയോ ഒളിമ്പിക്സ് മാറ്റിവെക്കേണ്ടി വന്നു. പക്ഷേ അത് വീണ്ടും നടത്തിയപ്പോൾ പോലും ആ മഹാമാരിയിൽ നിന്ന് നമ്മൾ മുഴുവനായും മാറിയിരുന്നില്ല. അതുപോലെ പലതരത്തിലുള്ള ലോക സംഭവങ്ങളിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒളിമ്പിക്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിന് വലിയ ചെലവുണ്ട്. നല്ല ധനമുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. പിന്നെ സെക്യൂരിറ്റി, സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും ആളുകളെ ഒരു സ്ഥലത്ത് കൊണ്ടുവരികയും അത്രയധികം യൂണിഫൈഡ് ഒരു അപ്രോച്ച് ഇല്ലാത്ത പലതരത്തിലുള്ള രാജ്യക്കാർ, പലതരത്തിലുള്ള സ്വഭാവക്കാർ എല്ലാം കൂടി ഒന്നിച്ചു ചേരുമ്പോൾ ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയെക്കാളും കൂടുതൽ സുരക്ഷയുടെ പ്രശ്നങ്ങൾ ഇവിടെ വരാറുണ്ട്. പിന്നെ ഒന്നും കൂടാതെ ധാരാളം അഴിമതികൾ നടക്കുന്നുവെന്ന് നമുക്കറിയാം. അഭിപ്രായ വ്യത്യാസങ്ങൾ നേതാക്കന്മാരിൽ നടക്കുന്നുവെന്നറിയാം. പലതരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ അവിടെ അവതരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ശരിക്കും നോക്കിയാൽ ഒളിമ്പിക്സിൽ മാത്രമല്ല, നമ്മുടെ ക്രിക്കറ്റ് ലോകത്ത് തന്നെ എത്രയോ ഇതുപോലത്തെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഈ ഓരോ സ്പോർട്സിലും അതിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്തിലെത്താൻ ശ്രമിക്കുന്ന ധാരാളം ധനാഢ്യരുണ്ട്. അവർക്കൊരു പക്ഷേ സ്പോർട്സിനോട് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ അവരുടെ ധനം ഉപയോഗിച്ച് അതിൻ്റെ അധികാരം നേടിയെടുക്കാനുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതുപോലെ സ്പോൺസർഷിപ്സ്, ഒരുപാട് പണം ഉള്ളതുകൊണ്ട് സ്പോൺസർഷിപ്പിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു. എങ്ങനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് ലഭിക്കുക എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത, ഞാൻ എന്തായാലും ചിന്തിച്ചിട്ടില്ലാത്ത ധാരാളം വശങ്ങളിലേക്ക് വെളിച്ചം പകരുന്ന ഒരു ഗ്രന്ഥമാണ് ഇത്. ശ്രീ രവിശങ്കറിൻ്റെ ഒരു സഹപ്രവർത്തകനാണ്. ഞങ്ങൾ ഒന്നിച്ച് NSS അക്കാഡമിയിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഭാഗം എനിക്കൊരിക്കലും അറിയാമായിരുന്നില്ല. അദ്ദേഹം ബാഡ്മിൻ്റൺ ചാമ്പ്യൻ ആയിരുന്നുവെന്നും എല്ലാ കാലത്തും സ്പോർട്സിന് വേണ്ടി സമയം മാറ്റിവെക്കുകയും അങ്ങനെ സ്പോർട്സിനെ എങ്ങനെയെങ്കിലും അതിനെ കൂടുതൽ നല്ലതാക്കുകയും അതിന് വേണ്ട തരത്തിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതാഭിലാഷമായി കാണുന്നു. അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിലാണ് നമ്മൾ ഈ പുസ്തകത്തെ കാണേണ്ടത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളും നമുക്ക് കിട്ടുന്ന അറിവും വിജ്ഞാനവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാനുള്ള ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനയും ഞാൻ ശ്ലാഘിക്കുകയാണ്. എനിക്ക് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ അവസരം നൽകിയതിന് വളരെ നന്ദി. സന്തോഷത്തോടെ ഈ പുസ്തകം പ്രകാശിപ്പിച്ചതായി നിങ്ങളെ അറിയിക്കുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ നമസ്കാരം. എനിക്ക് ഇന്ന് ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തിന് അവസരം കിട്ടി. അത് ഞങ്ങളെ സംബന്ധിച്ചൊരു ഒത്തുകൂടലാണ്.
കുറേ കൊല്ലം മുൻപ് ഇവിടെ നാഷണൽ ഗെയിംസ് നടന്നപ്പോൾ എനിക്ക് ശ്രീ രവിശങ്കറിനെ വളരെ അടുത്ത് അറിയാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് മേഖലകളിലുള്ള പ്രാഗൽഭ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ അതിലെല്ലാം മികച്ചു നിന്നത് സ്പോർട്സിനെ പറ്റിയായിരുന്നു. കാരണം ഞങ്ങൾ കേരളത്തിനെ പറ്റി ഒരു കോഫി ടേബിൾ ബുക്കും നാഷണൽ ഗെയിംസിൻ്റെ ഒരു സോവനിയറും പബ്ലിഷ് ചെയ്തു. ഞങ്ങളുടെ കമ്മിറ്റിയുടെ കോ ചെയർമാൻ വിശിഷ്ട വ്യക്തിയായ ശ്രീ TP ശ്രീനിവാസൻ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഇതൊരു ഒത്തുകൂടുന്ന സമയം കൂടിയാണ്. ഒളിമ്പിക്സ് എനിക്ക് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ അനുഭവത്തിലൂടെ അറിയാവുമായിരുന്നു. കാരണം ഒളിമ്പിക്സിൻ്റെ രാഷ്ട്രീയം രവിശങ്കർ എഴുതിയത് വായിച്ചപ്പോൾ ഞാൻ എൻ്റെ പഴയ ഒളിമ്പിക്സ് സ്മരണകളിലേക്ക് പോയി. ഈ ഒളിമ്പിക്സിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ജോലി ചെയ്ത ടെലിവിഷനിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരേ സമയം ഒരു സംഭവം കാണുന്നത് ഒളിമ്പിക്സാണ്. ഏകദേശം 300, 350, 360 കോടി ആളുകൾ വരെ ഒളിമ്പിക്സ് കാണും. അത്രയും കാഴ്ച വേറെ ഒരു ടെലിവിഷൻ പരിപാടിക്കും ഇല്ല. ഈ നേരത്തെ TPS പറയുകയുണ്ടായി, ഇതിൽ നിന്നുണ്ടാവുന്ന വരുമാനം, ഒളിമ്പിക്സിൻ്റെ സ്പോൺസർഷിപ്പ്, ടിക്കറ്റ് വിൽപ്പന, ഒളിമ്പിക്സിൻ്റെ മെർച്ചൻഡൈസ്, ഇതൊക്കെയും വലിയ വരുമാന സാധ്യതകളാണ്. എവിടെ വരുമാന സാധ്യതകളുണ്ടോ അവിടെയൊക്കെയും ഇതുമാതിരിയുള്ള രാഷ്ട്രീയവും അഴിമതിയും നടന്നിട്ടുണ്ട്. ലോകത്ത് എവിടെയായാലും ഒളിമ്പിക്സിലും അത് വളരെ വിസ്തൃതമായി ശ്രീ രവിശങ്കർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് സംപ്രേഷണം ചെയ്യുന്നതിന് ഏഷ്യൻ പ്രക്ഷേപണ സംഘടനയായ UN-ൻ്റെ ഒരു ഭാഗമായ ABU, ഏഷ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയനിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സിഡ്നി ഒളിമ്പിക്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ടെലിവിഷൻ പ്രക്ഷേപണത്തിനുള്ള ഫീസ്, റോയൽറ്റി നിശ്ചയിക്കാൻ വേണ്ടി നടത്തിയ പല മീറ്റിങ്ങുകളിലും ഇത് കണക്ക് പറഞ്ഞ് വാങ്ങുന്നതും അതിൻ്റെ ഈ വ്യാപാര വശം അത്ര സുഖമുള്ള ഒന്നായിരുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇതൊരു തരം മുതലെടുപ്പായിരുന്നു. പിന്നൊന്ന് ഒളിമ്പിക്സിൻ്റെ സ്പോൺസർഷിപ്പാണ്. ഈ കമ്പനികളൊക്കെയും ടെലിവിഷൻ ക്യാമറകൾ എവിടെയൊക്കെ ഉണ്ടോ അതിൻ്റെ ദൃഷ്ടിപഥത്തിൽ പെടാൻ വേണ്ടി ടെലിവിഷൻ സംഘടനകളോട്, ഞാൻ നേരത്തെ പറഞ്ഞ ഏഷ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ്റെ സെക്രട്ടറി ജനറൽ അടക്കമുള്ള ആളുകൾ ഒക്കെ അതിൽ പങ്കാളികളായിരുന്നത് എനിക്ക് അറിയാം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഒളിമ്പിക്സ് ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണ്, വെറും കായികമായ ഒരു മേള മാത്രമല്ല. അത് പങ്കെടുക്കുന്ന രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതിഗതികൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ ബഹിഷ്കരണം, ഭീകരാക്രമണം, ഇതൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. ഇനി വീണ്ടും ഇതിൻ്റെ ഈ ഒളിമ്പിക്സിൻ്റെ പ്രാധാന്യം ഇന്ത്യയിൽ വർദ്ധിച്ചു വരികയുള്ളൂ. കാരണം ഈ ക്രിക്കറ്റ് അടുത്ത തവണ ഒളിമ്പിക്സിൻ്റെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിൽ ടെലിവിഷനിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് കായിക വിനോദങ്ങളിൽ ക്രിക്കറ്റിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ക്രിക്കറ്റ് കാണും. ലോകത്തിൽ 9 ആയിരുന്നു മുൻപ്, ഇപ്പോൾ 11 രാജ്യങ്ങളാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. പക്ഷേ ഒരു ക്രിക്കറ്റ് മാച്ചിനുള്ള അത്രയും പ്രേക്ഷകർ, കാരണം കോമൺവെൽത്ത് രാജ്യങ്ങളിലൊക്കെയും സായിപ്പ് ഭരിച്ചിരുന്ന കാലത്ത് കൊണ്ടുവന്ന ക്രിക്കറ്റ് വലിയ പാഷൻ, ഭ്രമം, ഇന്ത്യയുടെ ക്യാബിനറ്റ് മീറ്റിംഗ് പോലും മാറ്റിവെച്ച കഥ നമുക്കൊക്കെ അറിയാം. അതിന് അംബാനിയുടെ കമ്പനി, പാരീസിൽ നടക്കാൻ പോകുന്ന അംബാനിയുടെ കമ്പനി അടുത്ത ഒളിമ്പിക്സിൻ്റെ ടെലിവിഷൻ റൈറ്റ്സിന് 1600 കോടി മുൻകൂറായി ടെലിവിഷൻ അവകാശത്തിന് കൊടുത്തു കഴിഞ്ഞു.
അവർ പ്രതീക്ഷിക്കുന്ന വരുമാനം 14,600 കോടിയാണ്. ഇതൊക്കെ ഈ പബ്ലിക് ഡൊമൈനിൽ അവൈലബിളാണ്. അപ്പോൾ ഒളിമ്പിക്സിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല, ഒളിമ്പിക്സിൻ്റെ പിന്നാമ്പുറ കഥകളൊക്കെയും വളരെ രസകരമായി ശ്രീ രവിശങ്കർ പ്രതിപാദിച്ചിരിക്കുന്നു. പുസ്തകം വളരെ നന്നായി സദ്ഭാവന ട്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. വളരെ മനോഹരമായ പുസ്തകം. അത് കായിക പ്രേമികൾ മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹം, വായനാ സമൂഹം വായിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് ഞാൻ സവിനയം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. പുസ്തകത്തിൻ്റെ വിൽപ്പനക്ക് സർവ്വവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. അടുത്ത ഡോക്ടർ എം.ആർ. തമ്പാൻ സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ, ഇനി 3 മിനിറ്റാണ് ആകെ ഉള്ളത്. 3 മിനിറ്റ് കഴിഞ്ഞു. ഗ്രന്ഥകർത്താവും സംസാരിക്കാനുണ്ട്. ഞാൻ നീട്ടുന്നില്ല. ഗ്രന്ഥകർത്താവിനെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. അദ്ദേഹം ഒരു സ്പോർട്സ്മാനാണ്, ബാഡ്മിൻ്റൺ ചാമ്പ്യനാണ്. ബാഡ്മിൻ്റനെക്കുറിച്ച് അദ്ദേഹം ഒരു കൃതിയും ഒരു ഗ്രന്ഥവും രചിച്ചിട്ടുണ്ട്. സ്പോർട്സ് രംഗത്തായാലും സ്പോർട്സിൻ്റെ ഗ്രന്ഥങ്ങളിലായാലും സ്പോർട്സുകാർ തന്നെയാണ് മുന്നോട്ട് വരേണ്ടുന്നത്. ഈ കൃതിയിൽ സാധാരണ സ്പോർട്സ് ഗ്രന്ഥങ്ങളിലുള്ളതുപോലെ സ്പോർട്സിൻ്റെ സങ്കീർണതകളും സാങ്കേതികങ്ങളും വിശദീകരിക്കുന്നതിന് പുറമെ രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലിനെ കുറിച്ചാണ് പറയുന്നത്. സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും, ന്യായമായി നീതിമാർഗം നടക്കുന്നതല്ലേ എല്ലാ ഒളിമ്പിക്സ് ആയാലും ദേശീയ ഗെയിംസ് ആയാലും, പിന്നെ എന്താണ് ഇതിനകത്ത് രാഷ്ട്രീയക്കാർക്ക് എന്താണ് ഇതിൽ കാര്യമാണ്? രാഷ്ട്രീയക്കാർ ഇടപെടുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്, അതുപോലെ തന്നെ കുത്തക മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് രാഷ്ട്രീയക്കാർ ഇടപെടുന്നത്. ആ ഇടപെടലിൻ്റെ ഒരു പരമ്പര ഈ കൃതിയിലുണ്ട്. ഞാൻ അതിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഒളിമ്പിക്സിൻ്റെ ലക്ഷ്യം ഏതാണ്ട് 3000 വർഷത്തോളമായിട്ടുണ്ട് ഒളിമ്പിക്സ് തുടങ്ങിയിട്ട്. പക്ഷേ 1896 മുതലുള്ള 1.25 നൂറ്റാണ്ടിൻ്റെ ചരിത്രം മാത്രമാണ് ഈ കൃതിയിൽ പറയുന്നത്. സമാധാനത്തിനും സാഹോദര്യത്തിനും സഹവർത്തിത്വത്തിനും വേണ്ടിയാണ് ഒളിമ്പിക്സ് ആരംഭിച്ചതും ഇന്ന് നിലകൊള്ളുന്നതും. പക്ഷേ അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നത്. സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടാവും, നമ്മുടെ നാട്ടിലും ഈ ഒളിമ്പിക്സ് നടക്കില്ലേ. ഏതാണ്ട് 300 കിലോമീറ്ററുള്ള ഫിൻലൻഡിൽ നടക്കാമെങ്കിൽ അതിൻ്റെ 12 ഇരട്ടി വലിപ്പമുള്ള ഇന്ത്യയിൽ നടക്കാം. ഇന്ത്യക്ക് അതിനുള്ള വിഭവശേഷിയുണ്ട്. ഇച്ഛാശക്തി മാത്രം മതി. മനുഷ്യശേഷിയും എല്ലാം ഇവിടെ ഉണ്ട്. 1-2 മെഡലുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തണ്ടേ എന്ന ചോദ്യവും നമുക്കുണ്ടാകും. ചൈനയും മറ്റും ചെയ്യുന്നത് പോലെ ക്യാച്ച് ദി യങ് എന്ന് പറയും. നഴ്സറി ക്ലാസ്സിൽ തൊട്ട് തന്നെ ഇതിൽ അഭിരുചിയുള്ളവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കണ്ടെത്തി പരിശീലനം നടത്തുകയാണെങ്കിൽ അത് നമുക്കും മെഡൽ നില ഉയർത്താൻ കഴിയും. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കേന്ദ്ര സർക്കാർ ഈ സ്പോർട്സിനുള്ള തുക കുറച്ചിരിക്കുകയാണ്. അതുപോലെ കേരള സർക്കാരാണെങ്കിൽ നമ്മുടെ ഏഷ്യ ഒളിമ്പിക്സ് ജയിച്ചവർക്ക് അർഹമായ അംഗീകാരവും നൽകുന്നില്ല എന്ന ഒരു ശോചനീയ സ്ഥിതിയുണ്ട്. ഞാൻ നീട്ടുന്നില്ല. ഗ്രന്ഥകർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം നിർത്തുകയാണ്. നന്ദി. അടുത്തതായി ഗ്രന്ഥകർത്താവ് ശ്രീ കെ.എസ്. രവിശങ്കർ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരായി സദസ്സിലിരിക്കുന്ന ശ്രീനിവാസൻ സാർ, കുഞ്ഞുഷൻ സാർ, തമ്പാൻ സാർ, എൻ്റെ ചിരകാല സുഹൃത്തും കൂടിയായ ശ്രീ ബാലചന്ദ്രൻ, സിന്ധു, നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ എല്ലാവർക്കും, അതുപോലെ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തും. ആദ്യമായി തന്നെ എന്നെക്കുറിച്ചും എൻ്റെ ഈ പുസ്തകത്തെക്കുറിച്ചും നല്ല വാക്കുകൾ പറഞ്ഞവർക്ക് എല്ലാവർക്കും ഞാൻ ആദ്യമായി തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു ചെറിയ കാലയളവിൽ ആയ ഒരു വർഷത്തിൽ തന്നെ വളരെയധികം മലയാള പുസ്തകങ്ങൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും സ്പോർട്സ് സംബന്ധിയായ പുസ്തകങ്ങൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഇത് സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കാൻ ആൾക്കാർ താല്പര്യം കാണിക്കാത്തതുകൊണ്ടാണോ അതോ ഇനി
അതുമായി ബന്ധപ്പെട്ട് എഴുതാൻ കഴിവില്ലാത്തവർ ഉള്ളത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. പൊതുവെ ഈ പ്രസാധകരൊക്കെ സ്പോർട്സ് പുസ്തകങ്ങൾക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ നമ്മൾ പൊതുവെ കാണുമ്പോൾ ഇപ്പം ഒരു മാഗസീനിലൊരു ആർട്ടിക്കിളായിരുന്നാലും അല്ലെങ്കിൽ ഒരു പുസ്തകമായിരുന്നാലും എല്ലാം ഒരു വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സെൻസേഷണലായിട്ടുള്ള ചില വിഷയങ്ങൾ മാത്രം പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അത്തരം പുസ്തകങ്ങളും ലേഖനങ്ങൾക്കും കൂടുതൽ ഒരുപക്ഷെ കൂടുതൽ കച്ചവടക്കണ്ണ് ഉള്ളത് കൊണ്ടായിരിക്കാം, കാരണം മാർക്കറ്റിംഗ് കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടുള്ളതായിരിക്കാം. പക്ഷേ സാധാരണഗതിയിൽ നമ്മുടെ സ്പോർട്സ് സാഹിത്യം എന്ന് പറയുന്ന ഒരു കാര്യം പോലും അംഗീകരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. യഥാർത്ഥത്തിൽ സ്പോർട്സ് സാഹിത്യം ഒന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിവാദപരമായ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ മുൻപുണ്ടായ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. അതായത് വർഷങ്ങൾക്ക് മുൻപാണ്, ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി ഉണ്ടായിരുന്ന കാലത്താണ്. ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി അന്ന് സുരേഷ് ബാബുവിനെക്കുറിച്ച്, ഒളിമ്പ്യൻ സുരേഷ് ബാബുവിനെക്കുറിച്ച് ഒരു സ്റ്റോറി ചെയ്യാനായിട്ട് ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. അതിലേറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം, അവർ ആ നിർദ്ദേശം എനിക്ക് തരുമ്പോൾ അവർ തന്നിരിക്കുന്ന ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്, യു മേക്ക് ദ സ്റ്റോറി ആസ് കോൺട്രവേഴ്സ്യൽ ആസ് പോസിബിൾ എന്നാണ് അവരെനിക്ക് തന്ന നിർദ്ദേശം. പക്ഷേ ഒരു മഹാനായ അത്ലറ്റ്, ഒരുപക്ഷെ ലോകം ഇന്ത്യ കണ്ടുള്ള ഏറ്റവും വലിയ അത്ലറ്റാണ്. ഒരുപക്ഷെ വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു ഒളിമ്പിക് ചാമ്പ്യനാവേണ്ട ഒരു അത്ലറ്റാണ്. അത്ര മിടുക്കനായിട്ടുള്ളൊരു അത്ലറ്റിനെ കുറിച്ച് മറ്റൊരു വശം ചിന്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് അത് ഞാൻ അന്നത്തെ ആ ഒരു കാര്യം നടക്കാതെ പോയി. അങ്ങനെ എനിക്കൊന്നും എഴുതാൻ താല്പര്യമുണ്ടായിരുന്നില്ല, അത് നടക്കാതെയും പോയി. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് എല്ലാവരുടെയും ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഒരു ആർട്ടിക്കിളാണ് എഴുതാൻ പറഞ്ഞാൽ പോലും അതിനെ എങ്ങനെ കോൺട്രവേഴ്സ്യലാക്കാം, അതിനെ എങ്ങനെ സെൻസേഷണലാക്കാം, ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചാണ് പ്രസാധകർക്ക് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പോർട്സ് സാഹിത്യം എന്ന് പറയുന്ന ഒരു ശാഖ പോലും നമ്മുടെ കേരളത്തിൽ അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. ഉദാഹരണത്തിന് നമ്മുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് അക്കാദമി പല സാഹിത്യ ശാഖകൾ അംഗീകരിക്കുന്നുണ്ടെങ്കിലും സ്പോർട്സ് സാഹിത്യം അംഗീകരിക്കുക, അതിന് അവാർഡുകൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും സ്പോർട്സ് സാഹിത്യം എന്ന് പറയുന്ന ഒരു ശാഖ അവർ അംഗീകരിക്കുന്നതായിട്ടോ അതിനെക്കുറിച്ച് പരിഗണിക്കുന്നതായിട്ടോ ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇത് അന്യം മാറി നിൽക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ വിദേശങ്ങളിലൊന്നും അങ്ങനെയല്ല. സ്പോർട്സ് സാഹിത്യം എന്ന് പറയുന്ന വളരെ അധികം പ്രചാരം കിട്ടിയിട്ടുള്ള ഒന്നാണ്. അവിടെ ലേഖന ഉദാഹരണത്തിന് ടൈംസിലെയും അല്ലെങ്കിൽ ഒബ്സർവറിലൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ഹ്യൂ മക്കൽവാനി, അതുപോലെ ജെഫ്രി ഗ്രീൻ എന്നൊക്കെ പറയുന്ന സ്പോർട്സ് ജേർണലിസ്റ്റുണ്ട്, അതുപോലെ അമേരിക്കയിലെ ഡേവിഡ് മയർനെസ് എന്നൊക്കെ പറയുന്ന സ്പോർട്സ് ജേർണലിസ്റ്റുകളുണ്ട്. അവരുടെയൊക്കെ ലേഖനങ്ങളും പുസ്തകങ്ങളും എന്തിനു വേണ്ട റിപ്പോർട്ട് പോലും ഒരുപക്ഷെ ഒരു സാഹിത്യത്തിൻ്റെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കസാൻസാക്കിസിൻ്റെയോ അല്ലെങ്കിൽ മാർക്സിൻ്റെയൊക്കെ ഒരു ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഇതിൽ കൂടെ നമുക്ക് കിട്ടും, ഈ വായനയിൽ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ അത്ര രീതിയിൽ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇവിടെ അങ്ങനെ കിട്ടുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് സദ്ഭാവന ട്രസ്റ്റ് ഇതുപോലൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ മുന്നോട്ട് വരികയും അതും യാദൃശ്യമായിരുന്നു. ബാലേന്ദ്രൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു അത് ഏതെങ്കിലും ഒരു പുസ്തകം എഴുതി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പുസ്തകം ഞാൻ ഏകദേശം തീർന്നിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അത് പബ്ലിഷ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയായിരുന്നു. അപ്പോൾ ഈ അവസരത്തിൽ ഇതുപോലെ ഉള്ള പുസ്തകം പ്രസിദ്ധീകരിക്കാൻ മുന്നോട്ട് വന്നതും അതുപോലെ അദ്ദേഹത്തിന് വലിയ വലിയ പ്രോഗ്രാമുകളാണ് ഉള്ളത്.
ഇന്ത്യയിൽ തന്നെ ഒരു ഒന്നാം തരം ഒരു പബ്ലിക്കേഷൻ ട്രസ്റ്റ് ആക്കാനാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം. അപ്പോൾ ഇതിന് വേണ്ട ഈ ഒരു അവസരത്തിൽ ഞാൻ ഇതിന് വേണ്ട എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നൽകാമെന്ന ഒരു വാഗ്ദാനവും അതുപോലെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും എൻ്റെ പുസ്തകത്തിനും എനിക്കും നല്ല വാക്കുകൾ നൽകുകയും അതുപോലെ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും ഇത് കേട്ടിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു അവസരത്തിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പുസ്തക പ്രകാശനത്തിന് പങ്കെടുത്ത മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും മഹത് വ്യക്തിത്വങ്ങൾക്കും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിൽ അധികമായ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.